ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് വെക്കുക. ഇത് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും പിന്നെ ഒരല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ പേരിന് ചേർത്താൽ മതിയാവും. കടുകും ഉലുവയും മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇനി തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റുക. തക്കാളി എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 1 കപ്പ് വെള്ളത്തിലേക്ക് ഈ പുളി ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർന്ന് ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും ചേർത്തതിന് ശേഷം ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഈ രസം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരവർക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് വാങ്ങാം. പുളി ചേർക്കുന്ന കറികളിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ മല്ലിയില ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണിത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളിയുടെയും പുളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.